പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നയതന്ത്രപരമായി തിരിച്ചടിച്ചു കഴിഞ്ഞു. സിന്ധു നദീ കരാർ അടക്കം റദ്ദാക്കി ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ സൈനികമായ മറുപടി കൂടി നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാജ്യത്തെ സാധാരണക്കാർ. എന്നാൽ സൈനികമായി തിരിച്ചടി നൽകുമ്പോൾ സാധാരണക്കാരായവരും അതിന് തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യം ആരും ഓർക്കുന്നില്ല. എന്നാൽ ഇന്ത്യൻ സൈന്യത്തെ ഇറക്കി തന്നെ പകരം വീട്ടണമെന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് RSS മേധാവി മോഹൻ ഭഗവത്. തിരിച്ചടിക്ക് കേന്ദ്ര സർക്കാർ മടിച്ചു നിൽക്കുമ്പോൾ കടമ മറക്കരുത് എന്നുമാണ് RSS പറയുന്നത്. പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാന് സൈനികമായി തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്ത് RSS എത്തിയിരിക്കുകയാണ്. ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജധർമ്മമെന്നും BJP ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജാവ് തന്റെ കടമ നിർവഹിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്ന RSS മേധാവി മോഹൻ ഭഗവത് സൈനിക ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആക്രമികളെ പാഠം പഠിപ്പിക്കുന്നതും നമ്മുടെ മതമാണെന്ന RSS സർസംഘ് ചാൽക് മോഹൻ ഭഗവത് പറയുമ്പോൾ അത് പക്ഷേ അത്ര വേഗം അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്. അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പിന്നോക്കം പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നും. പഹൽഗാമിലെ സംഭവങ്ങൾ RSSന്റെ ദേശസ്നേഹം ഇരട്ടിയാക്കുകയാണെന്ന് ആ പ്രസ്താവനകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പഹൽഗാമിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടു. വിനോദസഞ്ചാരത്തിൽ എത്തിയവരോട് മതം ചോദിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഒരിക്കലും ഒരു ഹിന്ദുവും ഇത് ചെയ്യില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നുവെങ്കിൽ ആരും നമ്മളെ പുച്ഛത്തോടെ നോക്കുമായിരുന്നില്ല. ദുഷ്ടശക്തികളെ നിർമൂലനം ചെയ്തേ മതിയാകൂ എന്നും എല്ലാ RSS നേതാവും പറയുന്നുണ്ട്. പ്രതികരണം ഏറെ വൈകാരികമാണെന്ന് മാത്രമല്ല, മതവികാരം പലപ്പോഴും ആളിക്കത്തിക്കാൻ പാകത്തിനുള്ള വെടിമരുന്ന് RSS നേതാവിന്റെ വാക്കുകളിലുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉടലെടുത്ത മോദി വിരുദ്ധവും RSS സർചാലകിന്റെ വാക്കുകളിലുണ്ട്. പരസ്പരം ഭിന്നതയിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ വിടവ് വർദ്ധിപ്പിക്കുമെന്നും ഐക്യത്തിന്റെ തത്വം പിന്തുടരുമ്പോൾ സ്വത്വബോധം കൂടുതൽ ശക്തമാകുമെന്ന് പറഞ്ഞ മോഹൻ ഭഗവത് ലോകത്ത് ഒരേയൊരു ധർമ്മമേ ഉള്ളൂ, അത് മനുഷ്യത്വമാണെന്നും അതിനെയാണ് നമ്മൾ ഹിന്ദുത്വം എന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞാണ് തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്.